ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ട്രിഗ്നോമെട്രി വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് നോക്കേണ്ടത് ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് ബേസിക്കലി മെഷർമെൻറ്റ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. എന്ത് ടൈപ്പ് ട്രയാങ്കിൾ? ഒരു റൈറ്റ് ട്രയാങ്കിൾ. സോ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ABC, ഇതിനകത്ത് ഒരെണ്ണം ഉറപ്പായിട്ടും റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇൻ ദിസ് കേസ് ഇത് B ആണ്. ഇനി വേറെ രണ്ട് ട്രയാങ്കിൾസും കൂടെ ഉണ്ട്, രണ്ട് ആംഗിൾസും കൂടെ ഉണ്ട്. ഈ ആംഗിൾസിലെ രണ്ട് ആംഗിൾസും അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. സം ഓഫ് ദീസ് ടു ആംഗിൾസ് 90 ഡിഗ്രി ആണ്. ഈ രണ്ട് ആംഗിൾസും അക്യൂട്ട് ആയിരിക്കും, ദാറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. പിന്നെ ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്: സൈൻ, കോസ്, ടാൻ. ആംഗിളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് തീറ്റ, ആൽഫ, ബീറ്റ അല്ലെങ്കിൽ ABCD, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിൽ ഇവിടെ ഇപ്പം ഞാൻ തീറ്റ എന്നാണ്, ഇത് തീറ്റ എന്നാണ് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. സോ സൈൻ, കോസ്, ടാൻ ഇത് മൂന്നുമാണ് ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റും ഹൈപ്പട്ന്യൂസും നോക്കുമ്പം ഈ ആംഗിൾ തീറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ട്രയാങ്കിളിൻ്റെ തീറ്റ ഇവിടെയാണ്. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, അതായത് AB, ഇത് AB ആണ് ഓപ്പോസിറ്റ്. ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ന്യൂസ്, അതായത് 90 ഡിഗ്രിയുടെ എതിരെ ഇരിക്കുന്ന സൈഡ്, അതായിരിക്കും എപ്പോഴും ലോങ്ങസ്റ്റ് സൈഡ്. ഇവിടെ AC ആണ്. സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ തീറ്റ എന്ന് പറയുന്നതുകൊണ്ട് ഈ തീറ്റ അല്ലെങ്കിൽ ഈ ആംഗിളിൻ്റെ കാര്യമാണ് പറയുന്നത്. ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആണോ അല്ലെങ്കിൽ ആംഗിളിൻ്റെ അഡ്ജസൻ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് എന്ന് പറയുമ്പം ഇതിൻ്റെ അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. സോ ഇതിൻ്റെ അഡ്ജസൻറ്റ് എന്ന് വെച്ചാൽ തൊട്ടടുത്തിരിക്കുന്നത്, അതായത് ഇത്. സോ ഇവിടെ BC ആണ്. BC ബൈ ഹൈപ്പട്ന്യൂസ് സെയിം ആണ്, AC തന്നെ. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് BC ബൈ AC ആയിരിക്കും. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഓപ്പോസിറ്റ്, അതായത് AB ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്, അതായത് BC. AB ബൈ BC ആയിരിക്കും. ഇനി ഇതിൻ്റെ തന്നെ നേരെ ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽസ് ആണ് കൊസീക് തീറ്റ. കൊസീക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ സൈൻ തീറ്റ ആണ്, അതായത് ഹൈപ്പട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതുപോലെ സീക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോസ് തീറ്റ ആണ്, ഹൈപ്പട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ്. ആൻഡ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ ടാൻ തീറ്റ ആണ്, അതായത് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. സോ ഇതിനെ നമ്മൾ ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽസ് എന്ന് പറയും. ഇത് ഇത്ര നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇത് മൂന്നും ബൈഹാർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് നമുക്കറിയാം. സോ സൈൻ, കോസ്, ടാൻ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഈ ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണെന്ന് പറഞ്ഞു. ടാൻ തീറ്റനെ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നും കൂടെ പറയാം. കാരണം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്യുമ്പം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് എന്ന് വരും. അതിന് തിരിച്ച് വരുമ്പം ദാറ്റ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ഇൻറ്റു ഹൈപ്പട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ്. ഇങ്ങനെയാവും. അതേപോലെ തന്നെയാണ് കോട്ട് തീറ്റയും. കോട്ട് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ഡിവൈഡഡ് ബൈ കോട്ട് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്, അതായത് കോസ് തീറ്റ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. അത് തിരിഞ്ഞു വരുമ്പം അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ഇൻറ്റു ഹൈപ്പട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് എന്നാവും. ഇവിടെ രണ്ട് ഹൈപ്പട്ന്യൂസ് കട്ടാവും, ഇവിടെ ഹൈപ്പട്ന്യൂസ് രണ്ടും കട്ടാവും. സോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്ന് തന്നെയാണ് ടാൻ തീറ്റ വരുന്നത്. കണ്ടോ? സോ ടാൻ തീറ്റേനെ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നും പറയാം. അതുപോലെ കോട്ട് തീറ്റേനെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നും പറയാം. ഇതും നമ്മൾ ഓർത്തിരിക്കണം. ഇതൊക്കെ ഒന്ന് വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഗിവൺ 13 sin A equal to 12, ഫൈൻഡ് CK minus tan A 1 by cos square A minus tan square A, cot square A minus 1 by sin square A, sin A minus cot A by 2 tan A.
13 sin A equal to 12 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ 13 sin A equal to 12. ഇതിൽ നമുക്ക് പറയാം sin A is equal to 12 by 13. ഈ ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസ് എന്ന് പറയുമ്പം ഇതും റേഷ്യോ ആണ്. 12 എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്ററും 13 സെൻറ്റിമീറ്ററും ആണെന്നല്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഇങ്ങനെ ആയിക്കോട്ടെ. എ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എ ആണ് ഇവിടെ അക്യൂട്ട് ആംഗിൾ. സോ ഞാനിപ്പോൾ ഇതാണ് എ. അതിവിടെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ എയുടെ അവിടെയുള്ള ആംഗിളാണ്. ഇനി സൈൻ എ ഇസിക്കൽ ടു 12 by 13. ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോ ആകുമ്പോൾ അത് റേഷ്യോ ആണ്, റേഷ്യോയ്ക്ക് യൂണിറ്റ്സ് ഇല്ല. അപ്പോൾ ഈ 12 by 13 എന്ന് പറഞ്ഞാൽ സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ബൈ ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് 12, ഇത് 13. പക്ഷേ ഇത് 12ഉം 13ഉം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. 24ഉം 26ഉം ആകാം. അങ്ങനെ എന്ത് റേഷ്യോയും ആകാം. സോ നമുക്ക് ആ റേഷ്യോ ആയതുകൊണ്ട് അറിയാത്ത കാരണം നമ്മളൊരു വേരിയബിളും കൂടെ ഇട്ട് കൊടുക്കും. സോ ഇത് 12x ഇത് 13x ആണ്. ഇങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാമല്ലോ. സോ ഈ സൈഡ് എന്തായിരിക്കും? ഇത് ഹൈപ്പർന്യൂസ് ആണ്, ഇതാണ് ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്, ഇതാണ് ബേസ്. സോ ബേസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എന്തുകൊണ്ടാണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹൈപ്പർന്യൂസ് സ്ക്വയർ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം. അതിൽ നമുക്ക് പറയാം ഈ ബേസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇങ്ങനെയാണെന്ന്. സോ റൂട്ട് ഓഫ് ഹൈപ്പർന്യൂസ് സ്ക്വയർ, ഹൈപ്പർന്യൂസ് എന്താണ്? 13x സ്ക്വയർ, അതായത് 169x സ്ക്വയർ മൈനസ് 12x ദ ഹോൾ സ്ക്വയർ, അതായത് 144x സ്ക്വയർ. റൂട്ട് ഓഫ് 25x സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് 5x. അപ്പോൾ എ സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ആംഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് 5x ആണെന്ന് മനസ്സിലായി. അപ്പോൾ 3 സൈഡ്സും എപ്പോഴും നമ്മൾ തന്നേക്കുന്നതിൽ നിന്നും 3 സൈഡും കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. സി കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി കെ മൈനസ് ടാൻ എ ഇസ് ഈക്വൽ ടു, സി കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്, മൈനസ് ടാൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പം നമുക്ക് ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞത്? 13x ബൈ അഡ്ജസൻറ്റ്, ഇതിൻ്റെ അഡ്ജസൻറ്റ് അതായത് 5x മൈനസ് ഓപ്പോസിറ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 12x ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് വീണ്ടും 5x. ഡിനോമിനേറ്റർ കോമൺ ആണ്. സോ 13x മൈനസ് 12x എന്ന് പറയുന്നത് 1x, അതായത് x ബൈ 5x. ഈ എക്സും എക്സും കട്ടായി പോവും, ബാക്കി 1/5. അപ്പോൾ സി കെ മൈനസ് ടാൻ എ എന്ന് പറയുന്നത് 1/5 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1 cos സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ. 1 cos എന്ന് പറയുന്നത് കോസിൻ്റെ ഇൻവേഴ്സ് എന്നാണ് അർത്ഥം, അതായത് സീക്ക് എ എന്നാണ്, സീക്ക് സ്ക്വയർ എ എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് പറയാം ഈക്വൽ ടു സീക്ക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ. ഈ സീക്ക് എന്താണ്? ഹൈപ്പർന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്. സ്ക്വയർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനും സ്ക്വയർ ഇടും. മൈനസ് ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇവിടെ സ്ക്വയർ ഇടും. സോ ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ 13x the whole square, അതായത് 169x സ്ക്വയർ ബൈ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് 25x സ്ക്വയർ എക്സ് സ്ക്വയർ കട്ടായി പോവും, മൈനസ്
ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 12x ദ ഹോൾ സ്ക്വയർ, അതായത് 144x സ്ക്വയർ ഡിവൈഡഡ് ബൈ 25x സ്ക്വയർ. ഈ എക്സ് സ്ക്വയറും കട്ടായിപ്പോയി. ബാക്കി അഗൈൻ 169 മൈനസ് 144, 25 ഡിവൈഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ 25 ആണ്, which is equal to 1. ഇതാണ് അതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, കോട്ട് സ്ക്വയർ എ മൈനസ് 1 ബൈ സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ എ മൈനസ് 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ്റെ ഇൻവേഴ്സ്. സൈൻ്റെ ഇൻവേഴ്സ് എന്താണ്? കൊസീക്ക് ആണ്. സോ 1 ബൈ സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് കൊസീക്ക് സ്ക്വയർ എ ആണ്. കൊസീക്ക് സ്ക്വയർ എ. കോട്ട് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്, സ്ക്വയർ ആയതുകൊണ്ട് രണ്ടിനും സ്ക്വയർ ഇട്ടു, മൈനസ് കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ്, വീണ്ടും രണ്ടിനും സ്ക്വയർ ഇട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഫിഗറിൽ നിന്ന് 5x ബൈ 12x ദ ഹോൾ സ്ക്വയർ മൈനസ് 13x ബൈ 12x ദ ഹോൾ സ്ക്വയർ ആണ്. വീണ്ടും എക്സ് എല്ലാത്തിൽ നിന്നും കട്ട് ചെയ്ത് കളയാം. സോ ബാക്കി 25, താഴെ രണ്ടും ഡിനോമിനേറ്റർ കോമൺ ആണ്. 25 മൈനസ് 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 ഡിവൈഡഡ് ബൈ 12 സ്ക്വയർ 144. That is equal to minus 144 by 144, which is equal to minus 1. Fourth question, sin a minus cot a by 2 tan a. അപ്പോൾ sin a എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്, മൈനസ് കോട്ട് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടാൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്, which is equal to, നമ്മൾ ഈ ഫിഗർ നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. സോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് എന്ന് പറയുമ്പോൾ അഗൈൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്, 12x ബൈ 13x, 12x ബൈ 13x ദ ഹോൾ സ്ക്വയർ മൈനസ് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്, അപ്പോൾ 5x ബൈ 12x ദ ഹോൾ സ്ക്വയർ, ഇവിടെ സ്ക്വയർ ഇല്ല, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, 12x ബൈ 5x. അതിൽ അഗൈൻ എക്സ് എല്ലാം കട്ടായി പോവും. ബാക്കി 12 ബൈ 13 മൈനസ് 5 ബൈ 12 ഡിവൈഡഡ് ബൈ 2 into 12, 24 by 5. LCM എടുക്കുമ്പം 12 into 12, 144 minus 13 into 5, 65 divided by 156 divided by 24 by 5 എന്നാണ്. അപ്പോൾ into 5 by 24. So that is equal to 395 divided by 3744. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ cos a equal to 0.6 ഫൈൻഡ്. cos a equal to 0.6 എന്നാണ് തന്നേക്കുന്നത്. ഡെസിമലായിട്ട് തരുമ്പോൾ നമ്മൾ എടുക്കണം cos a equal to 0.6, അതായത് 6/10 ആണ്. നമുക്ക് റേഷ്യോ ആണ് വേണ്ടത്. അഗൈൻ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. cos a എന്നാണ് പറഞ്ഞേക്കുന്നത്. ഉറപ്പായിട്ട് a എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം. സോ തൽക്കാലം ഞാൻ ഇതാണ് a ആയിട്ട് എടുക്കുന്നത്. അഗൈൻ കോസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. അതാണ് 6x ബൈ 10x. ഇതിൻ്റെ അഡ്ജസൻറ്റ്, അതായത് ഇത്. അപ്പോൾ ഇതാണ് 6x, ഹൈപ്പട്ന്യൂസ് ആണ് 10x, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. സോ അതിൽ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു root of hypotenuse square minus base square. അതായത് root of hypotenuse square 100x square minus 36x square. So root of 64x square എന്ന് വരും, which is equal to 8x. അതിൻ്റെ അർത്ഥം
ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻ ദിസ് കേസ് ഓപ്പോസിറ്റ് 8x ആണ്. വാല്യൂ 3 സൈഡും കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. ഇങ്ങനെയും ചെയ്യാം. കോസ് എ എന്ന് പറയുന്നത് വേണേൽ ആദ്യം ഓരോന്നും കണ്ടുപിടിക്കാം. കോസ് എ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് ഇതിൻ്റെ അഡ്ജസൻറ്റ് 6x by 10x which is equal to 6 by 10. സിംപ്ലിഫൈ ചെയ്യുമ്പം 3 by 5 എന്നാവും. സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 8x, ഹൈപ്പോട്ടന്യൂസ് 10x. സോ 8x by 10x. x രണ്ടും കട്ടായി 8 by 10. സിംപ്ലിഫൈ ചെയ്യുമ്പം 4 by 5 ആയി. അപ്പോൾ പിന്നെ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ മൈനസ് സൈൻ എ എന്ന് പറയുന്നത് 3 by 5 പ്ലസ് 4 by 5 ഡിവൈഡഡ് ബൈ 3 by 5 മൈനസ് സൈൻ എ 4 by 5 ആണ്. 4 by 5 which is equal to 3 plus 4 7 by 5 divided by minus 1 by 5. തിരിച്ചെഴുതുമ്പം 7 by 5 into 5 by minus 1 which is equal to ഇത് രണ്ടും കട്ടായി പോവും. സോ മൈനസ് 7. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ എ മൈനസ് 1 by tan എ, അതായത് സൈൻ എ മൈനസ് കോട്ടയാണ്. സൈൻ എ മൈനസ് കോട്ടേനെ നമുക്ക് കോസ് എ ബൈ സൈൻ എ എന്നും കൂടെ പറയാം. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് എ ബൈ സൈൻ എ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ എയുടെ വാല്യൂ 4 by 5 ആണ്. സ്ക്വയർ ആയതുകൊണ്ട് 16 by 25 മൈനസ് കോസ് എന്ന് പറയുന്നത് 3 by 5. സോ 3 by 5 ഡിവൈഡ് ബൈ സൈൻ എന്ന് പറയുന്നത് അഗൈൻ 4 by 5. എൽ സി എടുക്കുമ്പോൾ 16 മൈനസ് 15 by 25 ഡിവൈഡ് ബൈ 4 by 5, അതായത് 1 by 25 ഇൻറ്റു 5 by 4 തിരിഞ്ഞ് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 1 by 20 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗിവൺ സൈൻ തീറ്റ ഈക്വൽ ടു പി ബൈ ക്യൂ ഫൈൻ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. അഗൈൻ നമ്മൾ ആസ് യൂഷ്വൽ ഒരു ട്രയാങ്കിളാണ് ഫോം ചെയ്യേണ്ടത്. സൈൻ തീറ്റ ഒരു അക്യൂട്ട് ആംഗിളിനെ തീറ്റ ആയിട്ട് എടുക്കണം. സൈൻ എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഇത് പിയും ഇത് ക്യൂ ആയിരിക്കും. അത് നമുക്ക് റേഷ്യോയിലാണെന്ന് തന്നെ അങ്ങ് വിചാരിക്കാം. അപ്പോൾ പിന്നെ ഇത് ബേസ് എന്തായിരിക്കും? ബേസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ആയിരിക്കും ബേസ്. ഇനി കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ് തീറ്റയും സൈൻ തീറ്റയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ ക്യൂ പ്ലസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ പി ബൈ ക്യൂ. So it will be root of q square minus p square plus p by q. അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. കോസ് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അത് 1/2. സൈൻ ബി എന്ന് പറഞ്ഞേക്കുന്നു, അത് 1/√2. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം നോക്കിയേ, ഈ ഹൈപ്പോട്ടന്യൂസ് ഒരെണ്ണത്തിൽ 2ഉം ഒരെണ്ണത്തിൽ √2ഉം. സോ അതിനർത്ഥം ഇത് രണ്ടും ഒരേ ട്രയാങ്കിൾ അല്ല, 2 ട്രയാങ്കിളാണ്. അത് കൺഫ്യൂസ് ചെയ്യരുത്. അപ്പോൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഇതാണ് എ ആയിട്ട് ഞാൻ എടുക്കുന്നത്. സോ കോസ് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. 1/2 1x ബൈ 2x. അതിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അതായത് 2x ദ ഹോൾ സ്ക്വയർ മൈനസ് 1x ദ ഹോൾ സ്ക്വയർ. സോ ഇതിൽ നമുക്ക് കിട്ടും, ഇത് √3x ആണ്. റൂട്ട് ഓഫ് 3x സ്ക്വയറിനാണ് വരുന്നത്, അതായത് √3x.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എ വെച്ചുള്ളത് ആകെ ടാൻ എ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ടാൻ എയുടെ വാല്യൂ, ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. സോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് √3x by 1x, അതായത് √3 by 1 √3. ഇനി അടുത്ത ട്രയാങ്കിൾ വരയ്ക്കുക. അതിലാണ് ബി. ബിയിൽ സൈൻ ബി 1/√2, അതായത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് 1/√2. അപ്പോൾ ഇത് 1x ഇത് √2x. അങ്ങനെയാണെങ്കിൽ ബേസ് സ്ക്വയർ എന്തായിരിക്കും? ബേസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. √2x ദ ഹോൾ സ്ക്വയർ, അതായത് 2x സ്ക്വയർ മൈനസ് 1x സ്ക്വയർ. സോ 1x സ്ക്വയർ തന്നെ വരും. റൂട്ട് ഓഫ് 1x സ്ക്വയർ 1x. അപ്പോൾ ഇത് x ആണ്. ഇതിൽ നിന്ന് നമുക്ക് ടാൻ ബി കണ്ടുപിടിക്കാം. ടാൻ ബി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. സോ 1x ബൈ എക്സ്. എക്സ് എന്ന് പറയുന്നത് 1x തന്നെയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇനി കണ്ടുപിടിക്കാനായിട്ട് ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി ആണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ വാല്യൂ ടാൻ എ √3 മൈനസ് ടാൻ ബി 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി √3 ഇൻറ്റു 1. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ ഡോട്ടിൻ്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷനാണ്, ഡെസിമൽ പോയിൻ്റ് അല്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു √3 മൈനസ് 1 ബൈ 1 പ്ലസ് √3. ഇനി വേണമെങ്കിൽ ഇതിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി 1 മൈനസ് √3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 1 പ്ലസ് √3 സെയിം ആസ് √3 പ്ലസ് 1 ഇതിൻ്റെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ √3 മൈനസ് 1 കൊണ്ടാണ്, ഇത് √3 പ്ലസ് 1 ആണ് അതിൻ്റെ റാഷണലൈസിങ് ഫാക്ടർ, അതാണ് √3 മൈനസ് 1. ജസ്റ്റ് സൈൻ മാത്രം മാറ്റി, അതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതെന്താവും? ഇത് എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ √3 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പം എ സ്ക്വയർ, അതായത് √3 സ്ക്വയർ 3 പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ, അതായത് 1 മൈനസ് 2ab, അതായത് 2 ഇൻറ്റു √3 ഇൻറ്റു 1 2√3 ഡിവൈഡ് ബൈ 3 മൈനസ് 1 3 പ്ലസ് 1 4 മൈനസ് 2√3 ഡിവൈഡ് ബൈ 2 കോമൺ എടുക്കുമ്പം 2 ഇൻറ്റു 2 മൈനസ് √3 ഡിവൈഡ് ബൈ 2 2 കട്ടായിപ്പോയി, ബാക്കി 2 മൈനസ് √3 ആണ് നമ്മുടെ ആൻസർ. ഇതിൽ കൊസീക് തീറ്റ ഈക്വൽ ടു √5 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്നും പറഞ്ഞാണ് തന്നേക്കുന്നത്. കൊസീക് തീറ്റ ഈക്വൽ ടു √5 എന്ന് പറയുമ്പോൾ നമ്മൾ √5/1 റേഷ്യോ ആക്കി എടുക്കണം. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇനി കൊസീക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഇതാണ്. സോ ഇത് √5x ആണ് ബൈ ഓപ്പോസിറ്റ്, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് 1x. അപ്പോൾ നമ്മൾ ഇനി ബേസ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബേസ് ഇസ് ഈക്വൽ ടു root of hypotenuse square √5x the whole square 5x square minus 1x square. So root of 4x square, അതായത് 2x. So 2x ആണ് ബേസ്. ഇനി നമുക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയിലുമാണ് മുഴുവനും. സോ സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് 1x ബൈ √5x, അതായത് 1/√5. x കട്ടായിപ്പോയി. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ 2x ബൈ √5x, അതായത് 2/√5. ഇനിയിപ്പോൾ നമ്മൾ 2 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 2 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1/√5 ദ ഹോൾ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 2/√5 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് 1/5 മൈനസ് 4/5. ദാറ്റ് ഇസ് ഈക്വൽ ടു LCM എടുക്കുമ്പോൾ 10 minus 1 minus 4/5 5/5 which is equal to 1. അടുത്ത പാർട്ട് 2 പ്ലസ് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1/5 ആയിരുന്നു. സോ
1/5 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 4/5 ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് അഗൈൻ 1/5. അപ്പോൾ 2 + 5 തിരിഞ്ഞ് മുകളിലോട്ട് പോവും, മൈനസ് 4/5 ഇൻറ്റു 5/1 ഇങ്ങനെയാണ് ഇതാവുന്നത്. സോ ഇത് 4 ആവും. 2 + 5 7, 7 - 4 3. അപ്പോൾ ഇതാണ് ആൻസർ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി, ബി സി ഈക്വൽ ടു 5 cm, എ സി മൈനസ് എ ബി ഈക്വൽ ടു 1 cm, ഫൈൻ കൊസീകെ ആൻഡ് കോസ് എ. നമ്മൾ ട്രയാങ്കിൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ബി സി 5 cm ആണെന്നും നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പട്ന്യൂസ് അറിയാം. സോ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ആണ് നമുക്കറിയാം. ബേസ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ബി സി, അതായത് 5 സ്ക്വയർ, പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, എ ബി ആണ്. എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പട്ന്യൂസ് സ്ക്വയർ. ഹൈപ്പട്ന്യൂസ് എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ. ഇനി തന്നിട്ടുണ്ട് എ സി മൈനസ് എ ബി ഈക്വൽ ടു 1 cm. ഒന്നെങ്കിൽ നമ്മൾ എ ബി ആക്കണം, അല്ലെങ്കിൽ എ സി ആക്കണം. ഇതിപ്പം എ ബി ആണ് ആക്കാൻ പോകുന്നതെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു എ സി മൈനസ് 1 എന്ന് വരും. എ സി ആണെങ്കിൽ 1 + എ ബി എന്ന് വരും. ഞാനിപ്പോൾ തൽക്കാലം എ ബിനെ ആക്കാം. സോ എ ബി എന്ന് പറയുന്നത്, എ ബി ആണ് ആക്കേണ്ടതെങ്കിൽ എ സി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് എ ബി സ്ക്വയർ. സോ ഇവിടെ എഴുതുമ്പോൾ 25 പ്ലസ് എ സി സ്ക്വയർ പ്ലസ് 1 മൈനസ് 2 എ സി ഈക്വൽ ടു എ സി സ്ക്വയർ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമുല ഇട്ടതാണ്. അന്നേരം ഇത് രണ്ടും കട്ടായി പോവും. സോ 25 + 1 26 ഈസ് ഈക്വൽ ടു 2ac. അതിൽ നിന്ന് ac ഈസ് ഈക്വൽ ടു 13 എന്ന് നമുക്ക് കിട്ടും. 13 cm യൂണിറ്റ് തന്നിട്ടുണ്ട്. സോ ac ഈക്വൽ ടു 13 cm. ac 13 cm ആണെങ്കിൽ അതിൽ നമുക്ക് എ ബി കണ്ടുപിടിക്കാമല്ലോ, ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പം എ ബി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇതിൽ നിന്നാണെങ്കിലും കണ്ടുപിടിക്കാം. എ ബി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്, എ സി മൈനസ് 1 ആണ്. സോ എ സി മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 12 cm. സോ എ ബിയും കിട്ടി, 12 cm ആണ്. കണ്ടുപിടിക്കേണ്ടത് കോസയും കൊസിക്കയും ആണ്. അപ്പോൾ കൊസിക്ക എന്ന് പറയുന്നത് ഹൈപ്പട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ്. ഹൈപ്പട്ന്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ എ ആകുമ്പോൾ ഹൈപ്പട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പട്ന്യൂസ് ബൈ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് 5. സോ 13/5 ആവും. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്ജസൻറ്റ്, അതായത് 12 ബൈ ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത് 13. സോ 12/13 ആണ്. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്, അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 12 ബൈ ഹൈപ്പട്ന്യൂസ് 13. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ ഗിവൺ ഫിഗർ, ഇഫ് കോസ് ആൽഫ ഈക്വൽ ടു 5/13 ആൻഡ് കോസ് ബീറ്റ ഈക്വൽ ടു 3/5, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി. ബി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒറ്റ ഒരു റൈറ്റ് ട്രയാങ്കിൾ രണ്ടും കൂടെ ഉൾപ്പെടുന്നില്ല. അപ്പം രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്. കോസ് ആൽഫ 5/13 എന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. സോ ഇതിൻ്റെ അഡ്ജസൻറ്റ് ആൽഫയാണിത്. ഇതാണ് ആൽഫ, സിമ്പിൾ ഓഫ് ആൽഫ. അപ്പം അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്, അതായത് ഇവിടെ അഡ്ജസൻറ്റും ഇത് ഹൈപ്പട്ന്യൂസും. കോസ് ബീറ്റ, ഇതാണ് ബീറ്റ, അഗെയിൻ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. ഇതിൻ്റെ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇവിടെ 3x ബൈ ഹൈപ്പട്ന്യൂസ് ആകുമ്പോൾ ഇവിടെ 5x ആവും. ഇനി ബി ഡി കണ്ടുപിടിക്കണമെങ്കിൽ ബി സി കണ്ടുപിടിക്കുക, സി ഡി കണ്ടുപിടിക്കുക, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. രണ്ടിനും നമ്മൾ ഒരേപോലെ എക്സ് എന്നിട്ടാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതിനു വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ എക്സ് മാറ്റി വേറെ എന്തെങ്കിലും ഇടാം. ഇസഡ് എന്നായിക്കോട്ടെ. ഞാൻ തൽക്കാലം ഇസഡ് എന്ന് എഴുതുവാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബി സി ആദ്യം കണ്ടുപിടിക്കണം.
അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹൈപ്പർട്ട്ന്യൂസ് സ്ക്വയർ. സോ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ് എ സി സ്ക്വയർ. അതായത് 5x ദ ഹോൾ സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി എന്ന് പറയുന്നത് 13x ദ ഹോൾ സ്ക്വയർ. 25x സ്ക്വയർ പ്ലസ് 144 ഇസ് ഈക്വൽ ടു 169x സ്ക്വയർ. 144x സ്ക്വയർ ഇസ് ഈക്വൽ ടു 144. എക്സ് എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടും. സോ ബി സി എന്ന് പറയുന്നത് 5 ഇൻറ്റു 1 ആണ്, വിച്ച് ഈസ് 5. അടുത്ത ട്രയാങ്കിളിൽ സി ഡി സ്ക്വയർ പ്ലസ് ഇ ഡി സ്ക്വയർ ഈക്വൽ ടു ഇ സി സ്ക്വയർ. അവിടെയും ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പർട്ട്ന്യൂസ് സ്ക്വയർ തന്നെയാണ് എഴുതിയേക്കുന്നത്. സി ഡി എന്ന് പറയുന്നത് 3z ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇ ഡി 8 നമുക്ക് അത് കറക്റ്റ് മെഷർമെൻ്റ് ആണ്, അതുകൊണ്ടാണ് 8 എന്ന് തന്നെ എഴുതുന്നത്, എക്സ് അല്ലെങ്കിൽ ഇ സെഡ് എഴുതാത്തത്. ഇ സി എന്ന് പറയുന്നത് 5z ദ ഹോൾ സ്ക്വയർ. 9z സ്ക്വയർ പ്ലസ് 64 ഈക്വൽ ടു 25z സ്ക്വയർ. 16z സ്ക്വയർ ഈക്വൽ ടു 64. z square is equal to 4. z is equal to 2. സോ അതിൽ നമുക്ക് പറയാം സി ഡി ഈസ് ഈക്വൽ ടു 3z, അതായത് 3 ഇൻറ്റു 2 6. അപ്പോൾ പിന്നെ ബി ഡി എന്തായിരിക്കും? ദെർഫോർ ബി ഡി ഈസ് ഈക്വൽ ടു, ബി ഡി എന്ന് പറയുന്നത് ബി സി പ്ലസ് സി ഡി ആണ്. ഇവിടെ ബി സി പ്ലസ് സി ഡി ആണ്. BC plus CD, which is equal to 5 plus 6. 11 യൂണിറ്റ് മീറ്റർ ആണ്. സോ 11 മീറ്റേഴ്സ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ. ഇൻ ദ ഫോളോയിങ് ഫിഗർ എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി. സോ അതുകൊണ്ട് ഇവിടെ രണ്ട് ഞാൻ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. എ സി 26, സി ഡി ഈക്വൽ ടു 10, സി ഡി ആണ് 10, ഇത്രയും 10. ബി സി 42, ഇത് മൊത്തം 42, ഇത് മൊത്തം 42 ആണ്, ഇത് 10 ആണെങ്കിൽ അപ്പം ബി ഡി എത്രയായിരിക്കും? 42 മൈനസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 32 ആയിരിക്കും. ആംഗിൾ ഡി എ സി എക്സ്, ആംഗിൾ ബി വൈ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോട്ട് എക്സ് ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെയാണ്. കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ബൈ 10 ആണ്. സോ ഇത് നമുക്കറിയത്തില്ല, അതുകൊണ്ട് ഇത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 26 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ. സോ റൂട്ട് ഓഫ് 676 മൈനസ് 100 എന്ന് വരും. റൂട്ട് ഓഫ് 576 വിച്ച് ഇസ് ഈക്വൽ ടു 24. സോ ഇത് 24 ആണ്, ഇത് 24 ആണ്, ഇത് 32 ആണ്. അപ്പോൾ പിന്നെ എ ബി എന്തായിരിക്കും? റൂട്ട് ഓഫ് ഹൈപ്പർട്ട്ന്യൂസ് സ്ക്വയർ ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ റൂട്ട് ഓഫ് 32 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ ആയിരിക്കും. അതായത് റൂട്ട് ഓഫ് 1024 പ്ലസ് 576 ആണ്. റൂട്ട് ഓഫ് 1600 വിച്ച് ഈസ് 40 എന്ന് കിട്ടും. സോ ഇത് 40 ആണ്. ഇനിയും കണ്ടുപിടിക്കാം. കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. സോ എക്സ് ആണിത്, അഡ്ജസൻറ്റ്, അതായത് ഇത് ബൈ ഓപ്പോസിറ്റ്, ഇത് 24/10. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12/5. ഇനി 1/sin സ്ക്വയർ വൈ മൈനസ് 1/tan സ്ക്വയർ വൈ. 1/sin ഇൻവേഴ്സ് ഓഫ് സൈൻ, അതായത് കൊസിക് സ്ക്വയർ വൈ മൈനസ് 1/tan ഇൻവേഴ്സ് ഓഫ് ടാൻ കോട്ടാണ്. അപ്പോൾ കോട്ട് സ്ക്വയർ വൈ. ഇനി കൊസിക് എന്ന് പറയുന്നത് ഹൈപ്പർട്ട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ്, രണ്ടിനും സ്ക്വയർ ഉണ്ട്. മൈനസ് കോട്ട് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്, അതിനും സ്ക്വയർ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഹൈപ്പർട്ട്ന്യൂസ്, ഇത് രണ്ടും y ആണ് എന്നത് ഓർത്തോണം. സോ y എന്ന് പറയുമ്പോൾ ഹൈപ്പർട്ട്ന്യൂസ് 40 സ്ക്വയർ ബൈ
ഓപ്പോസിറ്റ് അതായത് 24 സ്ക്വയർ മൈനസ് അഡ്ജസൻ്റ് എന്ന് പറയുന്നത് ഇവിടെ 32 സ്ക്വയർ ബൈ 24 സ്ക്വയർ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 24 സ്ക്വയർ 576 എന്ന് ഓൾറെഡി എഴുതി. 40 സ്ക്വയർ 1600 മൈനസ് 32 സ്ക്വയർ 1024, that is equal to 576 by 576 which is equal to 1. ഇനി 6 by പാർട്ട് 3 6 by cos x minus 5 by cos y plus 8 tan y. 1 by cos x എന്ന് പറയുന്നത് sec x ആണ്, ഇൻവേഴ്സ്. അപ്പോൾ 6 sec x മൈനസ് 1 by cos എന്ന് പറയുന്നത് എഗെയിൻ sec ആണ്. സോ 5 sec y, ഇവിടെ y ആയതുകൊണ്ട് ഇവിടെയും y, ഇവിടെ x ആയതുകൊണ്ട് ഇവിടെ x പ്ലസ് 8 tan y എന്നാണ് ചെയ്യേണ്ടത്. ഇനി 6 ഇൻറ്റു sec x എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്, സോറി ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്, മൈനസ് 5 ഇൻറ്റു sec വീണ്ടും ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് പ്ലസ് 8 ഇൻറ്റു ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. പക്ഷേ ഇത് രണ്ടും y ആണെന്നുള്ളത് ഓർത്തോണം, ഇത് എക്സും ആണ്, അത് മാറിപ്പോരുത്. സോ ഈക്വൽ ടു 6 ഇൻറ്റു എക്സിൻ്റെ ഹൈപ്പോട്ടന്യൂസും അഡ്ജസൻറ്റും എക്സിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 26 ആണ്, അഡ്ജസൻറ്റ് 24 ആണ്, മൈനസ് 5 ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ്, ഇത് വൈയുടെ ഹൈപ്പോട്ടന്യൂസും അഡ്ജസൻ്റ് ആണ്. സോ 14 32 പ്ലസ് 8 ഇൻറ്റു വൈയുടെ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും 24 ആൻഡ് 32. ഇത് കട്ട് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 4 8 ഇൻറ്റു 4 8 ഇൻറ്റു 5 again 8 ഇൻറ്റു 3 8 ഇൻറ്റു 4 2 ഇൻറ്റു 2 2 ഇൻറ്റു 13 13 by 2 minus 25 by 4 plus ഇത് വീണ്ടും 4 ഇൻറ്റു 2 മൈനസ് 6, സോറി പ്ലസ് 6. എൽ സി എടുക്കുമ്പം 13 ഇൻറ്റു 2 26 മൈനസ് 25 പ്ലസ് 24 by 4. So the answer will be 25 by 4. Oh, hi guys! Don't forget to give a like and subscribe and give a punch to that notification bell. Bye!